നമസ്കാരം, ഇതിഹാസയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കുട്ടിക്കഥയായിട്ടാണ്. പൊന്മുടിയുടെ താറാവ്. ഒരിടത്ത് ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരന് ഒരു വെളുത്ത താറാവ് ഉണ്ടായിരുന്നു. ആ താറാവ് ഒരു ദിവസം ഒരു മുട്ടയിട്ടു. പക്ഷെ സാധാരണ മുട്ടയിലിട്ടോ, ഒരു പൊന്മുട്ട. കൃഷിക്കാരൻ അത് കൂവപ്പെട്ടു. വാവ്, സ്വർണത്തിന് ഇപ്പം എന്താ വില, ഇതുകൊണ്ട് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും എന്നവൻ ചിന്തിച്ചു. ഈ പൊന്മുട്ട അവൻ ജ്വല്ലറി കൊടുത്തപ്പോൾ കൈ നിറയെ പണം കിട്ടി. അവന് സന്തോഷമായി. അടുത്ത ദിവസം താറാവ് മുട്ടയിടുന്നു നോക്കി അവൻ നിന്നു. ആ ദിവസം താറാവ് ഒരു പൊന്മുട്ടയിട്ടു. ആ ദിവസം മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും അങ്ങോട്ട് താറാവ് പൊന്മുട്ടയിടാൻ തുടങ്ങി. അങ്ങനെ കൃഷിക്കാരൻ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ ഒരു ദിവസം കൃഷിക്കാരന് പെട്ടെന്ന് പണക്കാരനാവണമെന്ന് ചിന്ത വന്നു. എല്ലാ ദിവസവും ഒരു മുട്ട. ആ വയറങ്ങോട്ട് കീറിയാലോ? ആ വയറ്റിൻ്റെ ഉള്ളിൽ കുറേ പൊന്മുട്ടകളുണ്ട്, അതെല്ലാം കൂടി അങ്ങോട്ട് എടുക്കാം. അവൻ അങ്ങനെ താറാവിൻ്റെ വയറ് കീറി. അതിലൊന്നുമില്ല. അങ്ങനെ അവൻ സങ്കടപ്പെട്ടു. പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി പൊന്മുട്ടയിട്ട താറാവിനാണല്ലോ ഞാൻ കൊന്നത്, ദൈവമേ. അങ്ങനെ അവൻ കുറ്റബോധം തോന്നി. മണ്ടൻ കൃഷിക്കാരൻ, ഇനി പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഗായ്സ്, ഇതിനെ ഗുണപാഠം നിങ്ങൾക്ക് അറിയണ്ടേ? അത്യാഗ്രഹം ആപത്താണ്. ഉള്ളതുകൊണ്ടാൽ തൃപ്തിപ്പെടുക, ഇല്ലെങ്കിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടും. ഗായ്സ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ കഥകൾ കേൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.